NPS അക്കൗണ്ട് എങ്ങനെ UPS അക്കൗണ്ടാക്കി മാറ്റാം നോക്കാം. ആദ്യം തന്നെ നമ്മൾ enps.nsdl.com എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഇങ്ങനൊരു പേജാണ്. ഈ പേജിൽ മേളിലെ 3 വരകളുണ്ട്. ആ വരകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ UPS എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഒരു ക്ലിക്ക് കൂടി കൊടുക്കുമ്പോൾ മൈഗ്രേറ്റ് NPS ടു UPS എന്ന് വരും. അപ്പോൾ ആ പേജിൽ തന്നെ നമുക്ക് പ്രാൻ നമ്പർ എൻ്റർ ചെയ്യാനും ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനും ഉണ്ട്. പിന്നെ നമ്മുടെ താഴെ തന്നെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്. നമ്മൾ പ്രാനും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുമ്പോൾ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാപ്ച ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ഒരു OTP വെരിഫിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മൾ പ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ നേരെ പോകുന്നത് നമുക്ക് ഇങ്ങനൊരു പേജിലേക്കാണ്. നമ്മളതിൽ താഴെ ഒരു ടിക്ക് ബട്ടൺ ഉണ്ടാവും. ആ ടിക്ക് ബട്ടൺ പ്രൊസീഡ് കൊടുക്കുക. നമ്മൾ ടിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത പേജ് വരുന്ന OTP ഒതൻറ്റിക്കേഷനും സൈൻ ഇനുമാണ്. അതിൽ നമ്മൾ സൈൻ ഇൻ എന്നത് ആധാർ വെരിഫിക്കേഷനാണ്. നമ്മൾ ആധാർ വെരിഫിക്കേഷൻ്റെ പേജിലേക്ക് പോകുന്നു. അതിൽ നമ്മൾ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. പിന്നെ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. നമ്മളവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻഡ് OTP എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ OTP വരുന്നതായിരിക്കും നമ്മുടെ മൊബൈലിലേക്ക്, നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് നമുക്ക് OTP വരുന്നതായിരിക്കും. നമ്മൾ OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആധാർ വെച്ചുള്ള വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് മൈഗ്രേഷൻ സക്സസ്ഫുൾ ആകുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഡാറ്റ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് OTP വെരിഫിക്കേഷൻ മൊബൈലും ഇമെയിൽ IDയും കൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ആധാർ വെരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിച്ചത്, നമ്മുടെ ഡാറ്റ കറക്റ്റ് അല്ല എന്നാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് OTP വെരിഫിക്കേഷനാണ്. ഇമെയിലിൻ്റെയും മൊബൈൽ നമ്പറിൻ്റെയും OTP വെരിഫിക്കേഷനാണ്. ഈ 2 ഓപ്ഷൻ നമുക്ക് നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്താൽ മതിയാവും. ഏതാണോ സക്സസ് ആവുന്നത് അത് ചെയ്താൽ മതിയാവും. നമ്മളടുത്ത് OTP ഒതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്കും ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ ഈ 2 ഓപ്ഷൻ ഉണ്ട്, ആ 2 കോളത്തിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ കോളത്തിലേക്ക് നമ്മളിങ്ങനെ മൊബൈൽ OTPയും ഇമെയിൽ OTPയും എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന ഒരു പേജാണ് വരേണ്ടത്. പിന്നെ ആൾറെഡി നമ്മളിപ്പോൾ റോങ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. OTP റോങ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ കറക്റ്റ് OTP കൊടുക്കുമ്പോൾ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ നിങ്ങളുടെ NPS അക്കൗണ്ട് UPSലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് മൊബൈലിൽ മെസ്സേജും വരും. അതിലൊരു A2 ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് മൈഗ്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ നമ്മുടെ പ്രാൻ നമ്പർ ഉണ്ടാവും, നമ്മുടെ പേരുണ്ടാവും, അക്നോളജ്മെൻറ്റ് നമ്പർ ഉണ്ടാവും, അക്നോളജ്മെൻറ്റ് ഡേറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന A2 ഫോം ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. അതിൽ നമ്മുടെ പേരുണ്ടാകും, പ്രാൻ നമ്പർ ഉണ്ടാവും. ഇതിലാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. സൈൻ ചെയ്ത് പേഴ്സണൽ ബ്രാഞ്ച് വഴി നമ്മുടെ നോഡൽ ഓഫീസറുടെ കയ്യിലെത്തിക്കുക. അതോടുകൂടി നമ്മുടെ മൈഗ്രേഷൻ സക്സസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു.